കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ, ദുരൂഹതകൾ, ആശങ്കകളൊക്കെ നിലനിൽക്കുകയാണ്. ശരിക്കും ഈ മരണത്തിന്റെ കാരണം എന്ത്? അധിക സമ്പന്നനായി കഴിഞ്ഞാൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായി ആത്മഹത്യ ചെയ്യുന്നതാണോ, അതോ മറ്റെന്തെങ്കിലും പ്രഷർ കൊണ്ട് ആരെങ്കിലും കൊലപ്പെടുത്തിയാണോ? ഒന്നിനും കൃത്യമായ ഉത്തരവില്ല. എന്തായാലും സീനിയർ സൈക്കോളജിസ്റ്റായ ഡോക്ടർ PP വിജയനുണ്ട് നമ്മളോടൊപ്പം. സാർ, ABC ന്യൂസിലേക്ക് സ്വാഗതം. സാർ, ഈ വിഷയം അറിയാലോ, CJ റോയിയുടെ മരണം സംബന്ധിച്ച്. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയം, പണം കുമിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ മനുഷ്യന് സ്വസ്ഥത, സമാധാനം ഇതൊക്കെ നഷ്ടമാകുന്നു എന്നാണ്. അങ്ങനെയാണോ ഇതൊക്കെ? ശരിക്കും പറഞ്ഞാൽ ഇത് പിന്നെ എനിക്ക് അറിയാവുന്ന ഒരാളായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഇങ്ങനൊരു ദുർഗതി എന്ന് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയാണ്. തന്നെ നേരിട്ട് അറിയാവുന്ന ആളായിരുന്നു? അറിയാം. പക്ഷേ എങ്കിൽ ഞാൻ ഇതിൻ്റെ ഇപ്പം ഈ ഒരുപാട് മാധ്യമ വിചാരണകൾ ഞാൻ കണ്ടു, ഊഹാപോഹങ്ങളും തിയറികളും കണ്ടു. ഞാൻ ഡീൽ ചെയ്യുന്നത് സൈക്കോളജി ആൻഡ് സ്പിരിച്വാലിറ്റി, അതുപോലെ തന്നെ വെൽത്ത്, ഇതൊക്കെയാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന അതല്ലാത്ത ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു തലമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് 6 സുഖങ്ങളാണുള്ളത്. അപ്പം 6 സുഖങ്ങളിൽ ഒന്നാമത്തെ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വിസർജ്യങ്ങൾ നടന്നു, കുഞ്ഞാണെങ്കിൽ തന്നെ അന്നേരം ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പം അതൊരു സന്തോഷമാണ്. രണ്ടാമത്തെ മനുഷ്യൻ്റെ സുഖമാണ് സെക്സ് എന്ന് പറയുന്നത്. അത് ശരീരത്തിൻ്റെ ആവശ്യം മാത്രമാണ്, മനസ്സിൻ്റെതല്ല. മൂന്നാമത്തെ സുഖം എന്ന് പറയുന്നത്, ആ മൂന്നാമത്തെ സുഖത്തിന് തന്നെ നമ്മൾ 3ആയിട്ട് തിരിക്കും. നമുക്ക് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാറ് കാണുക, ഒരു ഇപ്പോൾ ഒരു BMW കാർ, ഇല്ലെങ്കിൽ ഒരു മേഴ്സിഡസ്, അതല്ലെങ്കിൽ നമ്മൾ ബുഗാട്ടി കാർ കാണും. അപ്പോൾ ആ കാറിൻ്റെ ആ ഒരു സിമിട്രിയൊക്കെ കണ്ട് നമുക്ക് അതിനോട് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മോദം എന്നാ പറയുക, ആ ഒരു സന്തോഷത്തെ. അതിന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുക, ഇല്ലെങ്കിൽ അങ്ങനത്തെ ആ വണ്ടി ഓടിക്കുന്ന ഒരാളിൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുക, അതിലെ യാത്രാ സുഖം, കംഫർട്ടും ഒക്കെ നമുക്ക് അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ സുഖത്തിന് ആമോദം എന്നാ പറയുക. ആദ്യത്തേത് മോദം, രണ്ടാമത്തേത് ആമോദം. അപ്പം ഒരു പെൺകുട്ടിയാണെങ്കിലും വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടീനെ, ഒരു ചെറുപ്പക്കാരനെങ്ങനെ നോക്കുമ്പോൾ ആദ്യമേ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ മനോഹാരിത, അതിന് നമുക്ക് മോദം എന്ന് പറയാം. അവരുമായിട്ട് പരിചയപ്പെട്ട് ഒന്നിച്ചൊരു കഫേയിൽ പോയിരുന്ന് കോഫി കുടിക്കുന്ന ആ ഒരു ഇതിന് നമുക്ക് ആമോദം എന്ന് പറയും, രണ്ടാമത്തെ ലെവലായി. അത് കഴിഞ്ഞ് പ്രമോദം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് ഈ കാറ് വാങ്ങിക്കാൻ പറ്റി, സ്വന്തമായിട്ട് ഈ കാറ് വാങ്ങിച്ചു. ഈ വാങ്ങിച്ച് അതിൽ യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാറ് നമ്മൾ സ്വന്തമായി. അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ട് കൂടുതലൊക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് കുട്ടി പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ്, ആരുമില്ല, ഡിവോഴ്സ്, ബട്ട് വെരി ബ്യൂട്ടിഫുൾ ലേഡി. അപ്പോൾ അവരുടെ ബർത്ത്ഡേ വരുവാണ്. അപ്പം ഞാൻ നിന്നെ മാത്രമേ വിളിക്കുന്നുള്ളൂ. ഇയാളെ വിളിച്ചു. അയാൾ അവിടെ ചെന്നു. അപ്പം അന്ന് അവരുമായിട്ട്, അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര മഴയായി, പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. അന്ന് അവിടെ ഷൈക്കൻ്റായിട്ട് വന്നു. പിന്നെ അവർ പലപ്പോഴും കൂടി കാണുന്നത്, ഒന്നിച്ച് താമസിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന അതിന് നമുക്ക് പറയുക പ്രമോദം എന്നാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് ആ 3-നകത്ത് 3 ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇത് എത്ര വന്നു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അതിനെ വേദങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹവീസ്, അതായത് നമ്മുടെ ഈ വേദാഗ്നിക്കകത്തോട്ട് വീണ്ടും വീണ്ടും നെയ്യ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അത് നമ്മൾ എത്ര കൊടുത്താലും, ലോറി കണക്കിന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലാതെ മനുഷ്യൻ്റെ ആഗ്രഹം, ഈ മോദം, ആമോദം, പ്രമോദം എന്ന് പറയുന്നത് നമുക്ക് ശമിക്കത്തില്ല. ഓക്കെ. അപ്പം അങ്ങനെ ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഡംബരമായിട്ടുള്ള വീടായിരിക്കും, ആഡംബരമായിട്ടുള്ള കാറുകളായിരിക്കും, ആഡംബരമായിട്ടുള്ള യാത്രകളായിരിക്കും. പിന്നെ അവരുടെ ആ ഒരു സക്സസ് ഇങ്ങനെ എപ്പോഴും ജനങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് എപ്പോഴും ഒരു ത്വര ഉണ്ട്. ഈ ലക്ഷറിയെ സംബന്ധിച്ചിടത്തോളം എക്സിബിഷനിസം എന്ന് വേണേൽ പറയാം. അങ്ങനെ ഒരു ത്വര വരും. അപ്പോൾ അത് വീണ്ടും വീണ്ടും നമ്മൾ അതിലും കൂടിയ കാറ് വാങ്ങിച്ചു, റോൾസ് റോയ്സ് വാങ്ങിച്ചു, ബുഗാട്ടി വാങ്ങിച്ചു, എന്നിട്ടൊന്നും നമുക്ക് വീണ്ടും അപ്പോൾ അടുത്ത ഹെലികോപ്റ്റർ വാങ്ങിച്ചു, അല്ല അപ്പോൾ ജെറ്റ് വാങ്ങിച്ചു, ഇതിലൊന്നും നമുക്ക് തീരത്തില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് മനസ്സിൻ്റെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വാങ്ങിക്കഴിയുമ്പോഴത്തേക്കും ലൈഫിലൊരു ശൂന്യത വരും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും, ഭാര്യയ്ക്ക് സ്നേഹക്കുറവെന്നോ, മകന് സ്നേഹക്കുറവെന്നോ, മകനും ഭാര്യയും മകളും കൂടെ ഒറ്റക്കെട്ടായാലും ഇയാൾക്കൊരു വലിയ പ്രോബ്ലമാണ്. ആ ഇതിൽ പോയി സൂയിസൈഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ എനിക്കറിയാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ പറഞ്ഞ കൗൺസിലിങ്ങിനും മറ്റുമൊക്കെ വരുന്ന ബിസിനസ്മാൻ എനിക്കറിയാം. അപ്പോൾ ഒരു ലൈഫിലൊരു ശൂന്യത ഫീൽ ചെയ്യും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നീചമായ രീതിയിൽ ഇങ്ങനൊരു മാധ്യമ വിചാരണ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക.
ശരിക്കും ലോകത്തിൽ ഒരിടത്തും അങ്ങനെ ഇല്ല. നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തിന്മയാണ്. അതിൽ നിന്ന് പഠിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് പഠിക്കുന്ന ഒരു ഇതുണ്ട്. പിന്നെ സൂയിസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മോശം സംഭവം ഒന്നുമല്ല. ഇപ്പം നമ്മുടെ സ്വിറ്റ്സർലൻഡിൽ ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കോപോഡ് ക്യാപ്സൂൾ എന്നാണ് അതിൻ്റെ പേര്. ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അപ്പോൾ അതിനകത്ത് ലൈഫ് ഇനി എൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അതിനകത്ത് ശവപ്പെട്ടി പോലെ ഇരിക്കുന്ന ഒരു വലിയ ഇതാണ്, നമ്മൾ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതിനകത്ത് കയറിയിട്ട് സ്വയം ഒരു സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഓക്സിജൻ പോയിട്ട് നൈട്രജൻ വരും. വിത്തിൻ സെക്കൻഡ്സിനകത്ത് ആളും മരിക്കും. അപ്പോൾ അത് ആദ്യം ഒരു ലേഡി ചെയ്തപ്പോൾ തന്നെ സ്വിസ് ഗവൺമെൻറ് അതിനെ സ്റ്റോപ്പ് ചെയ്യിച്ചിട്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ അന്താരാഷ്ട്ര ലെവലിൽ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉണ്ടാക്കിയ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിനും വൈഫിനും ഒന്നിച്ച് വേണമെങ്കിൽ ഒരുമിച്ച് സ്വിച്ച് അമർത്താവുന്ന ഒരു സാധനം പുതിയത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമുക്ക് നെറ്റിൽ നോക്കിയാൽ കാണാവുന്ന കാര്യങ്ങളാണ്. അപ്പം പിന്നെ ഈ ജീവിക്കുന്നത് പോലെ ഒരു അവകാശമാണ് ജീവിതം അവസാനിപ്പിക്കാനുള്ള അവകാശം എന്നുള്ളൊരു ധാരണ നിയമ പാർലമെൻസിലെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ആ ഒരു സിദ്ധാന്തം, ഈ ഒരു സിദ്ധാന്തം, അത് ഇത്രയും വലിയൊരു ബിസിനസ് കെട്ടിപ്പോക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ടെൻഷൻസും സ്ട്രെയിനും പ്രശ്നങ്ങളും, അതിനകത്ത് ഇനിയിപ്പം കള്ളപ്പണം ആയിക്കോട്ടെ, മണി ലോണ്ടറിങ് ആയിക്കോട്ടെ, എന്ത് ചെയ്താലും അത് ഡീൽ ചെയ്യാനായിട്ട്, അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള അത്രയും നല്ല വക്കീലുമാരും കോടതികളൊക്കെ അങ്ങനത്തെ വിരൽത്തുമ്പിലാണ്. ഇനി അവിടെ ഒരു റെയ്ഡെന്നൊന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല, ഒരു പരിശോധന അത് എല്ലായിടത്തും നടക്കുന്നതാണ്. അതെ, ഒരു പരിശോധന നടന്നു, ഒരു ഡോക്യുമെന്റ് ചോദിച്ചു കൊടുക്കാൻ പറ്റിയില്ല, അപ്പോൾ അപ്പോഴത്തേക്ക് ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ അതല്ല അതിൻ്റെ ശരിക്കുള്ള സംഭവം. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്നെല്ലാം നോക്കുന്ന ഒരു യാത്രയ്ക്ക് പ്രിപ്പയർ എടുക്കുന്ന ഒരു പെരുമാറ്റം ഒരു 5-6 മാസമായിട്ട് പല വിധത്തിലും പുള്ളിയെ കാണാറുണ്ട്. ഈ നമ്മുടെ ഈ പിന്നെ പ്രധാനമായിട്ടും ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഹോളിവുഡ് മൂവി തന്നെയുണ്ട്. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ എഴുതി വെക്കുന്ന ഒരു ബുക്കിനാണ് ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആ ബക്കറ്റ് ലിസ്റ്റ് ഇരിക്കുമ്പോൾ നമ്മൾ മരിക്കുകയല്ല എന്നാണ് പറയുന്നത്. ആ സിനിമയും അത് തന്നെയാണ്. മോർഗൻ ഫ്രീമാൻ്റെ ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അപ്പം ആ ബക്കറ്റ് ലിസ്റ്റ് നിങ്ങൾക്കാണെങ്കിലും ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ബക്കറ്റ് ലിസ്റ്റ് ഇരിക്കുമ്പോൾ നമ്മൾ മരിക്കൂല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ എല്ലാ ലിസ്റ്റും തീർന്നു, എനിക്കിനി ഞാൻ ആഗ്രഹിച്ചതിലൊന്നും തന്നെ സാധിക്കാനില്ല എന്ന് പറഞ്ഞേക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടു. ഞാൻ അതിൻ്റെ ഒരു ബേസിൽ ഞാനൊരു മൊത്തത്തിലുള്ള സൈക്കോളജി വെച്ചിട്ട് ഞാൻ പറയുമ്പോഴത്തേക്കും, അപ്പോൾ ഇങ്ങനെ ഒരു നമുക്ക് ഈ ആഗ്രഹം, ഭയങ്കരമായ ആഗ്രഹം എല്ലാം നേടി 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 അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പൊള്ളയായ, ഇതിനൊന്നും അർത്ഥമില്ലാത്ത അങ്ങനെ ഒരു കുറേ കമ്മ്യൂണിറ്റി തന്നെ ലോകത്തിലുണ്ട്. ഇതുകൂടാതെ 4ാമത്തെ നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളുടെ ടാലൻറ്റുകൾ, പാട്ട് പാടാൻ അറിയാം, നമുക്കതിന് വലിയ അംഗീകാരം കിട്ടി, സിനിമ അഭിനയിക്കാൻ അറിയാം, അങ്ങനെ നമുക്ക് ആർക്കിടെക്ചറിൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റി. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ വലിയ ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഞാൻ വഴി വലിയ വലിയ ആൾക്കാരുണ്ടായി. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വലിയ 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 സന്തോഷം. അപ്പോൾ ഞാൻ ട്രെയിനിങ് കൊടുത്ത ഒരാൾ MD ആയി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്കപ്പോൾ അതൊരു സാക്ഷാത്കാരത്തിൻ്റെ നിമിഷങ്ങളാണ്. അത് 4ാമത്തേത്, അതായത് നമ്മളുടെ ടാലൻറ്റുകൾ ലോകത്തിന് റിവീൽ ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഇഫക്റ്റ് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമാണ്. ഓക്കെ, ഇനി 5ാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ജ്ഞാനം നേടുക. നോളജ് അല്ല, അറിവല്ല, തിരിച്ചറിവ്. ഇപ്പം ഞങ്ങൾ കുറച്ച് മുമ്പേ സംസാരിച്ചൊരു കാര്യം, അതായത് ഒരു മോശം സ്ത്രീ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അവർ നമ്മുടെ പേരിൽ ഒരുപാട് കേസുകളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞാണ് ഒരു നല്ല സ്ത്രീ വരുമ്പോൾ നല്ല സ്ത്രീയുടെ നന്മ നമ്മൾ അറിയുന്ന ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവും. അതൊരു വിശുദ്ധമാണ്. നമുക്ക് മരണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വിശുദ്ധം നമുക്ക് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു ലൈഫ് വളരെ കുറച്ച് വിശുദ്ധമേ നമുക്കുണ്ടാകുള്ളൂ. അപ്പോൾ ഇങ്ങനെ വിശുദ്ധം നമ്മൾ ആർജിക്കുകയും വിശുദ്ധം പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ ആത്മാവിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ ജോയ് എന്ന് പറയുന്നത്. മറ്റേത് ഹാപ്പിനെസ്സാണ്, മറ്റേത് പ്ലഷറാണ്. നേരത്തെ പറഞ്ഞുകൊണ്ട് വന്ന് 3 പ്ലഷറാണ്, ഇത് വന്നപ്പോൾ ഹാപ്പിനെസ്സായി. 5ാമത്തെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ജോയിയാണ്, അത് ആത്മാവിൻ്റെ. 6ാമത്തത് വളരെ റയറായിട്ടുണ്ടാകുന്നതാണ്. അത് ഒരാൾക്ക് സെൻസറി ഫീലിങ്ങിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ വളരെ അതൊരു സെക്ഷൽ ഓർഗാസത്തിൻ്റെയൊക്കെ 100 ഇരട്ടി എന്ന് വേണേൽ പറയാം. നമ്മൾ മെഡിറ്റേഷനിലൊക്കെ പോയി പ്രപഞ്ച ബോധവും നമ്മളുമായിട്ട് ഒന്നാകുന്ന ഒരു യൂണിയൻ വരിക, പ്ലഗ് ഇൻ ചെയ്യുക. അപ്പം നമുക്കുണ്ടാകാവുന്ന ഒരിതാണ് എക്സ്റ്റസി എന്നതിന് പറയാവുന്നത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗാണ്. വളരെ ലോകത്തിൽ വളരെ റയർ ആൾക്കാർ മാത്രം അനുഭവിക്കുന്ന ഒരിതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ 3ാമത്തെ
സുഖത്തിൽ നിന്നും നാലാമത്തതിലേക്കൊന്നും പോകാൻ പറ്റാതിരുന്നതാണ് ഈ ജനറേഷൻ്റെ മൊത്തം. അപ്പോൾ ഇങ്ങനെ ലോകത്തിൽ ഒരുപാട് കമ്മ്യൂണിറ്റി ഇപ്പോഴും ഉണ്ട്. നമുക്കപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ എല്ലാം സ്വത്ത് പണമൊക്കെ ഒത്തിരി ഉണ്ടായതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഹിപ്പി മൂവ്മെൻറ്റ്. ഓക്കെ, ആ ഹിപ്പി മൂവ്മെൻറ്റിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കെല്ലാം അറിയാവുന്നൊരു കാരണം, എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് സാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന ഒരു സംഭവങ്ങളാണ്. സമ്പന്നതയുടെ കൊടുമുടി നിന്നാലും വേണ്ടാന്ന് വെച്ച് ചിന്തിക്കുന്ന ഒരു പ്രത്യേകത. ഇപ്പം ഈ നമ്മളെ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് ഈ ഒരു സംഭവത്തിലാണ് പുള്ളി പലതും വേണ്ടാന്ന് വെച്ചിട്ട് ജീവിക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അവർ വേറെ മൂവ്മെന്റ് ഉണ്ടല്ലോ, അറിയാം, വോളണ്ടറി പോവർട്ടി മൂവ്മെന്റ്. വോളണ്ടറി പോവർട്ടി മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടെങ്കിലും സ്വയം ദാരിദ്ര്യം, നമ്മൾ സ്വയം ഇൻഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ദാരിദ്ര്യം ഏറ്റെടുക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഭക്ഷണമേ കഴിക്കാതിരിക്കുക. അപ്പൊ അത് നമ്മുടെ ആത്മാവിനെ ശുദ്ധി ചെയ്യുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ഒത്തിരി ലക്ഷറിയിൽ ജീവിക്കുന്ന വലിയ സമ്പന്നർ ചിന്തിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പം അതുപോലെ വേറെ ഒരുപാട് നിയോ സന്യാസ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്കെല്ലാം ഉള്ളതെല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി വേണ്ടാന്ന് വെക്കുന്ന, പോപ്പായിട്ടിരുന്നിട്ട് ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്, രാജാവ് ഇരുന്നിട്ട് സിംഹാസനം ഒഴിവാക്കിയിട്ടുള്ളവരുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്യാഗത്തിന്റെ ശാസ്ത്രത്തില് ഏറ്റവും വലിയ ശാസ്ത്രം ഭാഗം പറയുന്നത് വിശ്വജിത്ത് യാഗമാണ്. ഇന്ത്യയുടെ പൈതൃകങ്ങൾ പറയുമ്പോഴത്തേക്കും രാജസ്ഥാനം വേണ്ടാന്ന് വെക്കും, എല്ലാത്തിനെയും അവസാനം വസ്ത്രങ്ങൾ പോലും വേണ്ട, മക്കള് എല്ലാത്തിനും കൊടുക്കുകയാണ്. കൊടുത്ത് വർത്തമാന ഇദ്ദേഹം നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ എല്ലാം അവസാനം ലാസ്റ്റ് വസ്ത്രങ്ങൾ പോലും വേണ്ടാന്ന് വെച്ചിട്ട് കല്ലിലിരുന്ന് നാളുകളിരുന്ന് ജീർണിച്ച് മരിക്കുമായിരുന്നു. ബിന്ദുസാര എന്ന് പറഞ്ഞ മകനെ ഏൽപ്പിച്ചിട്ട് എല്ലാം. അപ്പൊ ഇത് വെസ്റ്റേൺ വേൾഡിന് അറിയത്തില്ല. അപ്പം ഇത് റിനൗൺസ് ചെയ്യുന്നവരാണ് നിയോ സന്യാസ എന്ന് പറയുന്നത്. ബീറ്റ് ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിനകത്തൊന്നും സന്തോഷം കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ആട്ടങ്ങളും പാട്ടുകളും ആഘോഷങ്ങളുമായിട്ട് അവര് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കൂടിയിട്ട് അവർ പാട്ടുമൊക്കെ ആയിട്ട് അവരൊരു കമ്മ്യൂണിറ്റി ലോകത്തിലുണ്ട്. ഇപ്പം ഇത് നിലനിൽക്കുന്ന ഒരു സംഭവമാണ് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് ഈ പണമൊന്നും വേണ്ട. കുറച്ച് പേര് ഭയങ്കര ദാരിദ്ര്യത്തിൽ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ കോടീശ്വരന്മാരായിട്ട് ഓരോ ചെറിയ ബ്രാൻഡ് വാങ്ങിക്കുമ്പോൾ അതിന് പോലും ലക്ഷങ്ങളൊക്കെ മുടക്കി നമ്മൾ എന്തിനാണ് വാങ്ങിക്കുന്നത്? അപ്പം ഇതിനകത്ത് നമുക്ക് എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ 1958 മറ്റാണ് നമ്മുടെ വാറൻ ബഫറ്റ് അദ്ദേഹം ഒരു വീട് വാങ്ങിക്കുന്നത്. അന്നേരം വാങ്ങിച്ചൊരു കാറ്, ഇത് രണ്ടും ഇപ്പോഴും അദ്ദേഹം വിറ്റിട്ടില്ല. അപ്പൊ ആ വീട്ടിൽ അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ ഒരുപാട് വർഷം 10-12 വർഷത്തോളം അദ്ദേഹം ഈ ബിൽഗേറ്റിന്റെ ഒക്കെ അതിനെ കഴിഞ്ഞും കൂടുതൽ സമ്പത്തുണ്ടായിരുന്ന ആ കാലത്ത് പോലും ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അല്ല, പുള്ളിക്ക് ഇത് മതി. പുള്ളിയുടെ നീഡ് വളരെ വേറൊരു ഇതുണ്ട്, മിനിമലിസം. ഡ്രഗ് പോലല്ല, മിനിമലിസം എന്ന് പറഞ്ഞാൽ വളരെ ഒരു പോസിറ്റീവ് ഇതാണ്. കുറച്ച് മതി എന്നാണോ? വളരെ കുറച്ച് മതി. ഇപ്പൊ എൻ്റെ ഇത് പറയാം, ഞാൻ അങ്ങനെ ഒരു വലിയതൊന്നും പറയാനില്ല. പക്ഷെ എനിക്കൊരു 2-3 ജോഡി ഷൂസേ ഞാൻ ഉപയോഗിക്കുള്ളൂ. പിന്നെ വസ്ത്രങ്ങളാണെങ്കിലും ശരി 6-7-8 ജോഡികൾ മാത്രമേ, ഇല്ലാതെ ഡസൻ കണക്കിനൊന്നും വസ്ത്രങ്ങൾ വാങ്ങിക്കത്തില്ല. കാറാണെങ്കിലും ഒരു കാറേ, അത് ഞാൻ ഏത് കാറാണ് ഉപയോഗിക്കുന്നത് എൻ്റെ സ്റ്റുഡൻസിനെ പോലും, അഥവാ ഞാൻ ഹോട്ടലിൽ അങ്ങനെ ചെന്ന് ഇറങ്ങുമ്പം കണ്ടെങ്കിലല്ലാതെ ഞാൻ ഒരിക്കലും പടത്തിലോ ഒന്നും ഞാൻ ഏത് ബ്രാൻഡാണ്. അപ്പം 2-3 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് വേറൊരു കാർ കൂടെ വാങ്ങിച്ചിടുക, മറ്റൊരു കാർ കൂടെ വാങ്ങിച്ചിടുക. അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന വില്ല, അതിൽ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഈ മിനിമലിസം എന്ന് പറയുന്നത് ഞാനും വളരെ ആഗ്രഹിക്കുന്ന. ഇപ്പോൾ ഒരു ബില്യണയർ ലേഡി ഉണ്ട്, ഷീസ് ഓൺലി 26. അവര് എപ്പോഴും ഇക്കോണമി ക്ലാസ്സിലേ പോകത്തുള്ളൂ. എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എപ്പോഴും ചാരിറ്റിക്ക് കൊടുക്കും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ബില്യണേഴ്സ് ആണ്. അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമലിസം ആണ്. ഈ ഡിജിറ്റൽ നൊമാഡ് എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞ വെൽത്ത് ഉണ്ടായതിനു ശേഷം റിനൗൺസ് ചെയ്യുന്നതിന്റെ ഒരു സംഭവമാണ്. ഞാൻ ആരാന്ന് ആരും അറിയണ്ട, എൻ്റെ പേരൊരു പാസ്വേഡ് മാത്രമാണ് അക്കൗണ്ടിനകത്ത്. ഞാൻ കമ്പനികളെ നയിക്കുന്നതും ബാക്കി ചെയ്യുന്നതും എനിക്ക് സമ്പത്തുള്ളതും ഒക്കെ ഡീൽ ചെയ്യുന്നത് ജസ്റ്റ് പാസ്വേഡ്. ഞാൻ ആരാന്ന് ആർക്കും അറിയത്തില്ലാത്ത, എന്നിട്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്പത്തൊന്നും എൻ്റെതല്ല. അപ്പൊ അവർ ഇന്നിപ്പോ എവിടെയാണെങ്കിൽ ഒരു മാസം ഇവിടെ താമസിച്ചു, അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിലായിരിക്കും, അത് കഴിഞ്ഞ് പിന്നീട് പോകുന്ന സ്പെയിനിലായിരിക്കും, പിന്നീട് ചിലപ്പോൾ നേരെ ഹിമാലയത്തിൽ വന്നിരുന്നിരിക്കും. ഈ സമയത്തൊക്കെ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് മിസ്റ്റർ എക്സ് എന്നോ മിസ്റ്റർ വൈ എന്ന് പറയുന്നത് പോലെ ഇവർക്കൊരു പാസ്വേഡ് മാത്രമേ വരാറുള്ളൂ.
അപ്പം ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ പലരും ഈ ഡിജിറ്റൽ നൊമാഡ്സ് ആയിട്ട് കോടിക്കണക്കിന്, അതായത് മില്യൺസ് ഓഫ് ഡോളേഴ്സ് വരുമാനം കിട്ടുന്ന, സ്വന്തം വർക്കിൽ നിന്ന് കിട്ടുന്ന ആൾക്കാർക്ക് പോലും അവരൊരു ബ്രാൻഡോ പേരോ ഇല്ല, അവർ ജസ്റ്റ് ഒരു പാസ്വേഡ് മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ ബാക്ക് ടു നേച്ചർ എന്ന് പറയുന്നത്, ബാക്ക് ടു നേച്ചർ എന്ന് പറയുന്നത് ഇപ്പം പിന്നെ പ്രകൃതിയിൽ പോയിട്ട് ജീവിക്കാം, പ്രകൃതിയിൽ പോയിട്ട് അങ്ങനെ ഇവിടെ ഒരു ടൂറിസം തന്നെയുണ്ട്. ഇപ്പം ഞാറ് നടാനായിട്ട് ശ്രമിക്കുക, കൃഷി ചെയ്യാനായിട്ട്, പശുവിനെ കറക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെയുള്ള സംവിധാനം ചെയ്യുന്ന റിസോർട്ടിൽ അവർ വരുള്ളൂ. അവർക്ക് അതുമായിട്ട് പിന്നെ കാട്ടിൽ ജീവിക്കണം, കാട്ടിൽ ജീവിക്കുക. അപ്പൊ ഈ മിനിമം വസ്ത്രമായിട്ടൊക്കെ കാട്ടിൽ ജീവിക്കുക. അവർക്ക് തന്നെ കൃഷി ഇറക്കുക, അവരുടെ മക്കളെ കൊണ്ടൊക്കെ കൃഷി ഇറക്കിക്കുക. തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അത് അവരുടെ ഒരു സന്തോഷം അല്ലേ, സന്തോഷം. അപ്പം ബാക്ക് ടു നേച്ചറിലേക്ക് പോവുക. അപ്പൊ തന്നെ വളരെ ഈ നേച്ചറുമായിട്ട് ചേർന്ന ഫുഡ് മാത്രമേ കഴിക്കാവുള്ളൂ. ഈ വീഗനിസം ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു വേറൊരു പാർട്ടാണ്. അപ്പൊ സ്പിരിച്വൽ ടൂറിസം അതുമായിട്ട് കണക്റ്റഡ് ആണോ? സ്പിരിച്വൽ ടൂറിസം ഇതുമായിട്ട് ഏതാണ്ടൊരു പിന്നെ അത് സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുമ്പോൾ ശബരിമലയ്ക്ക് വരിക, ഇല്ലെങ്കിൽ പിന്നെ ഗുരുവായൂർ വരിക, ഇല്ല മെക്കയിൽ പോവുക, ഇല്ല ഇസ്രയേലിൽ പോവുക എന്നൊക്കെ പറയുന്നത്. അപ്പം ചില ആൾക്കാരുണ്ട് ഈ തിരുപ്പതി ഭഗവാനാണ് എൻ്റെ പാർട്ണർ, നിയമത്തിൽ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുക. കിട്ടുന്നതിന്റെ 50% കിട്ടുന്നതിന്റെ പ്രോഫിറ്റ് തിരുപ്പതിക്ക് പോകും. ബിസിനസ്സിന് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തേക്കുന്ന ആൾക്കാർ. എന്റെ ബിസിനസിന്റെ പാർട്ണർ ആരാണ്? ഇത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ആന്റി ക്യാപിറ്റലിസ്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ അതും ഈ സമ്പന്നരുടെ തന്നെയാണ്. ഒത്തിരി സമ്പത്തൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അവരെ തന്നെ ചോദിക്കുകയാണ്, നമ്മൾ നേച്ചറിനെതിരെ എന്തുമാത്രം ചെയ്യുന്നു, നമ്മൾ നേച്ചറിൽ നിന്നൊക്കെ ഇങ്ങനെ പിടിച്ചു പറിച്ചിട്ടില്ല നമ്മൾ ഒത്തിരി വെൽത്തുണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ പിന്നെ പരിരക്ഷിക്കാനായിട്ട് നമ്മൾ കാർബൺ സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്നതൊക്കെ അവരാണ്. അപ്പൊ അവര് പറയുന്നത് നമ്മളിങ്ങനെ പൈസ നേച്ചറിൽ നിന്ന് നമ്മളിങ്ങനെ കവർന്നെടുത്തിട്ട് സ്വത്തുണ്ടാക്കുന്നതിൽ ഒന്നും ഒരു കാര്യമില്ല, നമ്മൾ നേച്ചറിന് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ ഈ സാധാരണപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ മഹത്വം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ക്രിയേറ്റീവ് വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് ഈ വെറുതെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവം. ഇപ്പോൾ ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷനിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ട് ഇവിടെ വന്നിട്ട് പശുവിനെ വളർത്തുന്നത്, മീൻ വളർത്തല്, ആമയെ വളർത്തുന്നത്, പിന്നെ ഞണ്ടിനെ, എനിക്ക് കൊടുങ്ങല്ലൂർ എനിക്കറിയാവുന്നൊരു ശേഷം എൻ്റെ ശിഷ്യനാണ് വലിയ തോതിൽ ഞണ്ടിനെ വളർത്തി. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ചെയ്യുന്ന ഇതൊക്കെ ഇതിന്റെ ഒരു. അപ്പൊ ഈ ഞാൻ പറയുന്നത് ഈ CJ റോയ് ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു അറിവ് കിട്ടിയത്. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോ പ്രസംഗത്തിന് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അവിടുത്തെ മീഡിയ ഭയങ്കര ഒരു സംഭവമായിട്ട് വന്നു. ആ സമയത്താണ് അന്നത്തെ ഏറ്റവും വലിയ ബില്യണയർ എന്ന് പറയുന്നത് ജോൺ ഡി റോക്ക്ഫെല്ലറാണ്. ജോൺ ഡി റോക്ക്ഫെല്ലർക്ക് ഈ പണം അങ്ങോട്ട് കൂടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു വാക്കുമാണ്. അപ്പോൾ പുള്ളിക്ക് എല്ലാത്തിലും, അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പോലും പുള്ളി പറയുന്നത് കേൾക്കണം, അതിൻ്റെ മുകളിലാണ് ഈഗോ. അങ്ങനെ നിൽക്കുമ്പോൾ പുള്ളി സൂയിസൈഡ് ചെയ്യണമെന്ന് കുറേ ദിവസമായിട്ട്, ഇനി ഒന്നിനും അർത്ഥമില്ല, പണം ഉണ്ടാക്കുന്നതിനൊന്നും ഒരർത്ഥവും ഇല്ല എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഈ സ്വാമി വിവേകാനന്ദൻ അവിടെ ചെന്ന വിധത്തെക്കുറിച്ചുള്ള പത്രങ്ങളിലെല്ലാം കണ്ട് ഇദ്ദേഹം കാണാനൊന്നും പോയി. അപ്പോൾ ഞാൻ വായിച്ചതിനകത്ത് ഞാൻ കണ്ടത് ഇദ്ദേഹം ഇരുന്ന് എന്തോ ഒരു ബുക്കിലിരുന്ന് തറയിലിരുന്നിട്ട് സ്വാമി വിവേകാനന്ദൻ്റെ ബുക്ക് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക. റോക്ക്ഫെല്ലർ കുറേ നേരമായിട്ട് വന്ന് അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇദ്ദേഹം നോക്കുന്നില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ വലിയ ദേഷ്യം വന്നു. ഈഗോ മേശക്കൊട്ട് അടിയൊക്കെ അടിച്ച്, ഐ ആം റോക്ക്ഫെല്ലർ, ഐ എം വെയിറ്റിംഗ് ഫോർ യു എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഭയങ്കര പ്രശ്നമുണ്ടാക്കി. അപ്പം ഇരിക്കാൻ പറഞ്ഞു. അപ്പം റോക്ക്ഫെല്ലർ ഇരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സൂയിസൈഡ് ഒന്നിനും ഒരു പരിഹാരമല്ല, അതുകൊണ്ടൊരു പരിഹാരം ഉണ്ടാകുകയില്ല. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇയാൾ പൊട്ടിത്തെറിച്ച് 4 ലെറ്റർ വാക്കൊക്കെ ഉപയോഗിച്ച് ചീത്ത വിളിച്ചിട്ട് യു സ്പൈഡ് ഓൺ മീ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോയി. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ, ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ രാത്രിയിലെ ചിന്തകളാണല്ലോ. അപ്പം ഇദ്ദേഹത്തിൻ്റെ റൂമിനേഷൻസ് ആണ് ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ. അതായിരുന്നില്ല. വീണ്ടും ഇദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ഇയാളോട് ചോദിച്ചു, ഡു യു വാണ്ട് ടു ലിവ് ബിയോണ്ട് 1000 years? 1000കണക്കിന് വർഷം നിങ്ങൾക്ക് ജീവിക്കണമോ? അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ അഡ്വൈസ് കണ്ടതിന് ശേഷമാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. അപ്പോൾ ഇന്നത്തെ കണക്കിൽ നോക്കുമ്പോഴത്തേക്കും 450-500 ബില്യൺ ഡോളേഴ്സിൻ്റെ അദ്ദേഹത്തിൻ്റെ എല്ലാ അവകാശങ്ങളും റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന് വേണ്ടി എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഇന്നും ലോകത്ത് ഒരുപാട് നന്മ ചെയ്യാനായിട്ട് മുന്നിൽ നിൽക്കുന്ന
ഒരു NGO ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ പറയുകയാണെങ്കിൽ ടാറ്റ, രത്തൻ ടാറ്റ ആ കണ്ണിയിലെ രക്തബന്ധത്തിൽ വന്ന ലാസ്റ്റ് ആളാണ്, ഈ ആരും ഇല്ല കുടുംബത്തിൽ. അപ്പോൾ ഇദ്ദേഹം ടാറ്റ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് മൊത്തം വരുന്ന സ്വത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ റിലയൻസിനെ കഴിഞ്ഞും കൂടുതലുണ്ട്. ആ സ്വത്തുക്കളെല്ലാം ടാറ്റ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് വിൽ ബി മാനേജ്ഡ് ബൈ ചാരിറ്റി ഫൗണ്ടേഷൻ. ഈ ഫിലാന്ത്രോപ്പിക്കൽ അത് ഫിലാന്ത്രോപ്പി എന്ന് പറയുന്നത് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് പിന്നെ വാറൻ ബഫറ്റിന്റെ ഇത്രയും ഉണ്ടാക്കിയിട്ട് അദ്ദേഹം അതിന്റെ 3/4 ഭാഗം എന്ത് ചെയ്തു, ലോക നന്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തില്ലേ, ഫിലാന്ത്രോപ്പിക്ക് വേണ്ടി വിട്ടുകൊടുത്തു. അതേപോലെ തന്നെ ഈ അസിം പ്രേംജി 120 ലക്ഷം കോടിയാണ് അദ്ദേഹത്തിന്റെ സ്വത്ത്. അതിന്റെ പകുതി കൂടുതൽ പൈസയും സ്ട്രീറ്റ് ചിൽഡ്രനെയൊക്കെ എടുത്ത് പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ നമ്മുടെ സമ്പത്തിൻ്റെ ഒരു വലിയ ഭാഗം മീനിങ് ഫുൾ ആകുമ്പോഴത്തേക്ക്, അപ്പോൾ ഈ സമ്പന്നരെ എനിക്ക് മനസ്സിലാകുന്നത് ഈ റോയി ഒരു പരിധിവരെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിലും അതിനെ ഒരു, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ചെയ്തതിനകത്ത് ഈ പറഞ്ഞതിനകത്ത് തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ അത് ആൻസർ ഇല്ലാത്തൊരു പ്രശ്നമല്ല. എത്ര വലിയ പ്രശ്നമാണ് ശരി, മണി ലോണ്ടറിങ്ങോ ED വരേണ്ട കാര്യമോ ബ്ലാക്ക് മണിയോ ഡോറോ എന്ത് സാധനം വന്നാൽ അതെല്ലാം ഡീൽ ചെയ്യാനായിട്ട് പണമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും മികച്ച അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഒരുപാട് കേസ് കോൺഫിഡൻസ് നടത്തിയിട്ടുള്ളതാണ്. അപ്പം അത് ഇപ്പം എത്രയൊക്കെ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്താലും ഈ പറഞ്ഞ ബ്ലാക്ക് മണി ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യാൻ അവർക്ക് അറിയാം, ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. സൈലന്റ് റിട്രീറ്റ് എന്ന് പറയുന്നത്, സൈലന്റ് റിട്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടോട്ടലി മൗനവ്രതത്തിൽ പോകുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ സീനിൽ നിന്ന് മിസ്സിങ് ആവും. ഇപ്പം റോയ് തന്നെ ഹിമാലയൻ ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് 2-3 പേരുടെ എടുക്കാം. ഈ പിന്നെ നമ്മുടെ ആപ്പിളിന്റെ സ്റ്റീവ് ജോബ്സിന് ഏറ്റവും കൂടുതൽ പരിവർത്തനം ഉണ്ടായത് അദ്ദേഹം ഹിമാലയത്തിൽ വന്ന് ഒരു സ്വാമിജിയുടെ കൂടെ കുറെ കാലം ചെലവഴിച്ചതിന് ശേഷമാണ്. ഈ ആപ്പിൾ എന്ന് പറഞ്ഞാൽ പടം കൊടുക്കുന്നത് തന്നെ ഇദ്ദേഹം തിരിച്ചു പോകാൻ നേരത്തെ പോകുക എന്ന് പറഞ്ഞപ്പോഴത്തെ അവിടെ ഇരുന്നൊരു ആപ്പിൾ എടുത്ത് കടിച്ചിട്ട് ആ ആപ്പിൾ കൊടുത്തു. അതുകൊണ്ട് അതിൽ നിന്നാണ് കടിച്ചെടുത്തേക്കുന്ന ഒരു ആപ്പിളിന്റെ പടമായിട്ട് ആപ്പിളില് ഉപയോഗിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യയുടെ GDP-യുടെ തുല്യമാണ് ഈ ഒരു അത്രയും നിലയിലേക്ക് അയാൾ പോയി. അതുപോലെ തന്നെ മാർക്ക് സക്കർബർഗും ഈ പറഞ്ഞ പോലെ പിന്നെ ഇവിടെ വന്നിട്ട് ഈ ഹിമാലയത്തിൽ വന്നിട്ട് ഹിമാലയം ഒരു പരിവർത്തനത്തിന്റെ, അത് നമുക്ക് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞാൽ തീരൂല, കാരണം ഞാൻ ഒരുപാട് ഇത് ചെയ്യുന്നതായതുകൊണ്ട് എനിക്കിത് അറിയാം. അപ്പൊ അതുപോലെ തന്നെയല്ലേ ഇന്റർനാഷണൽ ഹോംലെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജീവിതം, ഈ ഹോംലെസ് എന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാര് പിന്നെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉല്ലാസ നൗകയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, വെള്ളത്തിലാണ് വെള്ളത്തിൽ. അതുകൂടാതെ ബോട്ടിൽ ജീവിക്കുന്ന, വീടും അഡ്രസ്സും ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ പിന്നെ കടപ്പുറം എന്ന് പറഞ്ഞതുപോലെ അതിൽ മാത്രം ജീവിക്കുന്നുണ്ട്. വിദേശത്തുനിന്ന് വാനിലൊക്കെ ഇങ്ങോട്ടേക്ക് അത് തന്നെ അങ്ങനെയൊക്കെ വരുന്ന. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റാറ്റിക് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ 6 ഹ്യൂമൻ നീഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്ത് ഈ സെർട്ടനിറ്റിയാണ് അതിനകത്ത് ഒന്നാമത്തെ കാര്യം, നമുക്ക് സ്ഥിരത വേണം. അതേപോലെ തന്നെ വലിയ വേറൊന്നാണ്, നമുക്ക് അസ്ഥിരതയും വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ വനത്തിലോട്ടൊക്കെ പോകുന്നതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൂർ ഒക്കെ പോകുന്നത്. നമുക്ക് ലൈഫിൽ വെറൈറ്റി വേണം. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു പക്ഷേങ്കില് ഞാൻ പറഞ്ഞില്ല, ഈ ശൂന്യത സമ്പത്തുണ്ടാക്കി, അത് നന്മയോ തിന്മയോ നമ്മൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാധ്യമ വിചാരണ ചെയ്യാനായിട്ട് നമ്മൾ അർഹരല്ല. ഞാനീ പറഞ്ഞ് പിന്നെ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടേതായ വലിയ നോളജുകളുണ്ട്. ഇത് ഞാനീ പറയുന്ന ആസ്പെക്റ്റുകളൊന്നും ഒന്നിലും ചർച്ച ചെയ്യപ്പെട്ട് കേട്ടിട്ടില്ല. ലോകത്തിലുള്ള വലിയ കോടീശ്വരന്മാർ, എനിക്കിപ്പം 2500 കോടീശ്വരന്മാരെ കുറിച്ചുള്ള എല്ലാ ഡേറ്റയും എൻ്റെ വിരൽത്തുമ്പിൽ നിൽക്കുന്നതാണ്. ഞാൻ ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള 300 കോടീശ്വരന്മാരെ കുറിച്ച് ഇപ്പോൾ ഒരു ഇംഗ്ലീഷിലൊരു ബുക്ക്, 1000 പേജിലധികം വരുന്ന ഒരു ബുക്ക്, എന്തൊക്കെയായിരുന്നു അവരുടെ സ്ട്രാറ്റജി, അതിനകത്ത് ഇവരെന്താ ചെയ്യേണ്ടത് എല്ലാം അതിനകത്തുണ്ട്. അപ്പൊ ഈ പർപ്പസ് ഫസ്റ്റ് ലിവിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, പർപ്പസ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പിന്നെ ഈ പർപ്പസ്ഫുൾ ലിവിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോൾ പർപ്പസ് ഇല്ല, നമ്മുടെ ലൈഫ് പർപ്പസ്, അതിനുവേണ്ടി മാത്രം ജീവിക്കുക. നമ്മൾ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോരോ അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ അതർ പീപ്പിൾസ് മങ്കിയെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന് പകരം നമ്മുടെ ഈ സോൾ പർപ്പസിന് വേണ്ടി മാത്രം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പിന്നെ 2000 ആണ്ട് വരെയൊക്കെ ഒരു വളരെ സാധാരണ ഒരു മനുഷ്യനായിരുന്നു. കുറെ കൂടുതൽ കാലം യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടുണ്ട്, കുറെ പിന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഒരു മാത്രമേ ഉണ്ടായിരുന്നു. 2001 എൻ്റെ ഒരു ജപ്പാൻ സ്കോളർഷിപ്പ് കിട്ടി ഞാൻ പോകുമ്പോഴാണ്, അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലൊരു പരിവർത്തനം വന്നിട്ട് ഈ പഠനമോ ഡിഗ്രി ഒന്നും അല്ല, സമ്പത്തുണ്ടാക്കണം
നന്മയിലൂടെ തന്നെ കുട്ട്പണിയായിട്ട് തന്നെ സമ്പത്ത് ഉണ്ടാക്കണം, ഒരു മില്യണയർ ആകണം, അത് US ടൈംസിൽ ഒരു മില്യണയർ ആകണം എന്നുള്ളൊരു തീക്ഷ്ണമായ ആഗ്രഹമാണ്. അത് ഭയങ്കരമായ തീക്ഷ്ണമായ ആഗ്രഹമായിരുന്നു. ഞാൻ 2021 മുതൽ ആഗ്രഹിച്ച് അത് ചിന്തിച്ച് വഴികളെടുത്ത് ഞാൻ ചെയ്ത രീതി വളരെ സിമ്പിളാണ്. വെറുതെ കിടക്കുന്ന പ്രോപ്പർട്ടി അവരതിൻ്റെ ഉടമസ്ഥർ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള വില കൊടുത്ത് അതിനെ എടുത്തിട്ട് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ മുഴുവൻ പൈസയൊക്കെ വെച്ചുകൊണ്ട് ഇത് ചെയ്യത്തുള്ളൂ, ഡോക്യുമെൻ്റൊക്കെ ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ ഡ്രഗ് എസ്കേപ്സ് ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായില്ലേ? ഞാൻ ഇത് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വന്ന് ഞാനൊരു ഒരു 5-8 വർഷം എൻ്റെ ടാർഗറ്റ് കഴിഞ്ഞ് അതുമെല്ലാം കഴിഞ്ഞങ്ങ് പോയി. അപ്പോൾ എനിക്ക് പിന്നെ ഒരു തോന്നൽ തോന്നി, ഞാൻ ഐ ആം ഗോയിങ് അവേ ഫ്രം മൈ പർപ്പസ്. ഞാനെല്ലാം അവിടെ നിർത്തിവെച്ചു. ഞാൻ അവിടെ നിർത്തിവെച്ചിട്ട് ഞാൻ എൻ്റെ ട്രെയിനിങ്ങിലേക്ക്, എംപവർമെൻറ്റിലേക്ക് മാത്രം. അപ്പോൾ അതാണ് ലൈഫ് പർപ്പസ്. അപ്പോൾ ഈ പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിലൊരു പർപ്പസാണ്. അപ്പോൾ അവിടെ വാഹനങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയോ വലിയ വലിയ വീടുകൾ വെക്കുകയോ ഇതൊന്നുമല്ല. നമ്മുടെ ലൈഫ് പർപ്പസിലേക്ക് മാത്രം, വിശ്വാസമാണെങ്കിൽ പാടി ജനങ്ങളിലുണ്ടാക്കുന്ന ആ ഒരു മാറ്റം, ആ ഒരു പർപ്പസിലേക്ക് മാത്രം പോകുന്നതാണ്. അപ്പം സമ്പന്നരായി കഴിഞ്ഞു കഴിഞ്ഞാലാണെങ്കിലും ശരി, അവരുടെ ലൈഫ് പർപ്പസിലേക്ക് മാത്രം പോകുന്നതാണ് ഈ പർപ്പസ് ലൈഫ് എന്ന് പറഞ്ഞാൽ. അത് അദ്ദേഹം ഉപയോഗിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഇതാകത്തില്ല, ഡിഫറെൻറ്റ് ലൈഫ് ആകുമായിരുന്നു. അടുത്തെന്താ ചോദിച്ചാൽ ഈ ഡ്രഗ് എസ്കേപ്പിസം, ഡ്രഗ്സിൽ അഡിക്റ്റ് ആയിട്ട് എന്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യാന്നുള്ളതാണ്. അല്ല, അത് സൈക്കോഡെലിക് ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് വളരെ മൈന്യൂട്ട് ഡോസിൽ ഇതെടുത്തിട്ട് അവർക്ക് വേറെ ഒരു അനുഭവം കിട്ടുക, ഒരു എക്സ്റ്റസി കിട്ടുക എന്ന് ഉപയോഗിച്ചിട്ട് അത് പിന്നീട് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഡ്രഗുകൾ നമ്മൾ ഒരിക്കലും ഉപയോഗിച്ച് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ പോലും നെക്സ്റ്റ് ഡേ നമുക്കത് വേണം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ നേടാനുള്ളതെല്ലാം നേടി, പിള്ളേരും പഠിച്ചു, ഇനി ഒന്നും നേടാനില്ല. അപ്പം ശൂന്യത വന്നു കഴിയുമ്പോഴത്തേക്കും അല്പാൽപമായിട്ട് ഡ്രഗിലേക്കൊക്കെ പോയി പിന്നെ അത് ഡ്രഗിൻ്റെ ഇതായിട്ട് പിന്നെ ചില ആൾക്കാർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂടി വരും. ചില ആൾക്കാർ മദ്യത്തിലേക്ക് പോകും, ചില ആൾക്കാർ മയക്കുമരുന്നിലേക്ക് പോകും. അത് വലിയൊരു പെർസെൻ്റ് ഒന്നുമില്ല, അഡിക്ഷൻ. അവർക്കൊരു അതിലേക്ക് അവരൊരു നിർവൃതി കണ്ടെത്താനായിട്ട് പോകുന്ന ആ ഒരു ജനഭാഗമുണ്ട്. അപ്പോൾ ഈ എസ്തെറ്റിക് ഫിറ്റ്നസ് എന്നൊക്കെ പറയുന്നതുകൊണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അവർക്കറിയാം ഇനി ഞാനൊരു 80 ഇല്ല 85 വയസ്സ് വരെ ജീവിക്കുള്ളൂ, അല്ല എനിക്ക് 95 വയസ്സ് വരെ ഇല്ല 105 വയസ്സ് വരെ ജീവിക്കണം. 105 വയസ്സിൽ എനിക്ക് ഭയങ്കര ഫിറ്റ്നസ് വേണം. അതെപ്പോഴും തുടങ്ങുക 10-35 വർഷം മുമ്പേ തന്നെ അതിനുള്ള പരിപാടികൾ അത് വളരെ. അപ്പോൾ ഇന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഹെൽത്തും ഒക്കെ നോക്കി, സ്പിരിച്വാലിറ്റിയൊക്കെ നോക്കി, നന്മയൊക്കെ നോക്കി, ഈ ലാസ്റ്റ് ബ്രീത് വരെ. ഇപ്പം ഞാനും സ്വപ്നം കാണുന്ന ഒരു മരണം ഡോക്ടർ കലാം മരിച്ചത് വരെ. അദ്ദേഹം ഒരു വലിയ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഫിറ്റ്നസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ലാസ്റ്റ് ഡേയും വർക്ക് ചെയ്യണം. ഇപ്പം ഇന്ത്യയിലെ നമ്മുടെ ഇതും കൂടിക്കൊണ്ടിരിക്കുക. അപ്പം 100 വയസ്സ് കഴിയുന്ന എൻ്റെ മദറൊക്കെ 100 വയസ്സ് കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ 100 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഫിറ്റല്ല. 80 വയസ്സ് കഴിഞ്ഞാൽ ഫിറ്റ്നസ് മോശമാണ്. മറ്റു രാജ്യങ്ങളിലല്ല, 80 വയസ്സ് കഴിയുമ്പോഴും അവർ ഫുൾ കാറൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്റ്റേജിലേക്ക്, ആ ഒരു രീതിയിലേക്ക് അവർ സ്വയം ആക്കി വരുന്നതാണ്. ചുരുക്കം പറയാം, മനുഷ്യ മനസ്സെന്ന് പറഞ്ഞ ഒരു പ്രഹേളിക ആർക്കും പിടികൊടുക്കാൻ പറ്റാതെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ? ഇപ്പം ഈ സി ജെ റോയുടെ കാര്യം എടുത്താൽ ഇത് ഓരോരോ ഘട്ടങ്ങളിലൂടെ സി ജെ റോയും കടന്നുപോയത് പോലും നമുക്ക് മനസ്സിലാക്കേണ്ടി വരില്ലേ? നമുക്ക് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്കണോമിക്സിനകത്തൊരു ഇതുണ്ട്, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മളിപ്പോൾ വിശന്നിരിക്കുമ്പോൾ നമുക്കൊരു ആപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് വല്ലാത്ത ടേസ്റ്റാണ്. അതെ. അപ്പം നമ്മൾ അത് ഒരു ആപ്പിളൂടെ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളത് അത്രയും വരത്തില്ല. 3ാമത്തെ കഴിക്കുക, 4ാമത്തെ കഴിക്കുക, എല്ലാ ദിവസവും ആപ്പിളാണ് നമ്മൾ ആപ്പിളിനെ വെറുക്കുന്ന ഒരു സ്റ്റേജ് വരും. അപ്പം ഈ പണമാണെങ്കിലും നമുക്ക് ഒരു പരിധിയിൽ കൂടുതല. അതായത് നമ്മളുടെ നീഡുകളും നമ്മുടെ ഞാൻ പറഞ്ഞ ശരീരത്തിൻ്റെ നീഡ് മാത്രമല്ല, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാരുടെയും എല്ലാം ഇത് അതിനുള്ള പണമാണ്, അതിനുള്ള ആക്ഷൻ നമുക്കുണ്ട്. ഇപ്പം പ്രകൃതിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ആക്ഷൻ പ്രോഗ്രാം ഉണ്ട്, മറ്റു മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പണം ഉണ്ടാക്കേണ്ടത്, ചുമ്മാ പണത്തിന് വേണ്ടി പണമല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ മെസ്സേജ്. ഇപ്പം ഇത് ഒരുപാട് വിചാരണ നടത്തുന്ന ആൾക്കാർ എൻ്റെ ഒരു റിക്വസ്റ്റ്, ഞാനീ പറഞ്ഞ മേഖലയായിട്ട് അവരൊന്ന് റിസർച്ച് ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ മൈൻഡിനെ ഇദ്ദേഹം സംസാരിച്ചതൊക്കെ ഒന്ന് പിടിക്കുക. അപ്പോൾ എനിക്കിപ്പം മനസ്സിലായിട്ടുള്ള കാര്യം, ഇദ്ദേഹം ഒരു വലിയ ത്രെട്ടോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നതുകൊണ്ടുള്ള ഒരു എക്സിറ്റ് അല്ല. ഇപ്പോൾ സർക്കോപോഡ് ക്യാപ്സൂളൊക്കെ വന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു സമ്പന്നതയിൽ അനുഭവിക്കാവുന്ന 3ാമത്തെ ലെവൽ മാത്രമേ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ളൂ.
ആ മൂന്നാമത്തെ ലെവൽ മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ മൈൻഡിന് പോകാൻ പറ്റാത്തതുകൊണ്ടുള്ള വിരക്തി കാര്യമായിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ചില പ്രതിബന്ധങ്ങളൊക്കെ വേണമെങ്കിൽ വന്ന് കാണുമായിരിക്കും. അല്ലാതെ ഈ നമ്മൾ ഊഹാഭോഹങ്ങളും തിയറി പോലല്ല, ഈ ആസ്പെക്റ്റിനും ചിലപ്പോൾ ഇത് മാത്രമായിരിക്കുന്നില്ല, ഐ ഡോണ്ട് നോ. പക്ഷെ ഇതിനും കാര്യമായ വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്കോപ്പ് അവിടെയുണ്ട്. ഇതാണ് എൻ്റെ അഭിപ്രായം. ചുരുക്കം പറഞ്ഞാൽ CJ റോയിയുടെ മരണം സംബന്ധിച്ച് വലിയ രീതിയിലാണ് മാധ്യമങ്ങളൊക്കെ വാർത്തകൾ ചമയ്ക്കുന്നത്. ചിലതൊക്കെ ശരിയാകുന്നു, ചിലതൊക്കെ അറിയാതെ പറയുന്നു. എന്തായാലും സീനിയർ സൈക്കോളജിസ്റ്റായ ഡോക്ടർ PP വിജയൻ ഈ വിഷയത്തിൻ്റെ മേഖലകളിലൂടെ ഒക്കെ തന്നെ കൃത്യമായിട്ട് കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ തന്നെ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.